Earnmarks, your perfect learning partner. എന്താണ് ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് വരാൻ പോകുന്നത്. ഓക്കെ, ബഡ്ജറ്റ് ശ്രദ്ധിക്കാം. ഗവൺമെന്റിന്റെ ഒരു വർഷത്തെ മൊത്തത്തിലുള്ള വരവും ചിലവും കണക്കിനെ വിളിക്കുന്ന പേരാണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞ. ഗവൺമെന്റിന്റെ ഒരു വർഷത്തിലുള്ള മൊത്തത്തിലുള്ള എന്താണ് വരവും ചിലവും വിളിക്കുന്ന പേരാണ് എന്ത്? ബഡ്ജറ്റ് എന്ന് പറയപ്പെടുന്നത് അല്ലെ. ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആരാണ്? നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. ആരാണ് അവതരിപ്പിക്കുന്നത്? ധനകാര്യമന്ത്രിയാണ് എന്ത് ചെയ്യുന്നത്? ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് അല്ലെ. ആരാണ് നമ്മളെ ധനകാര്യമന്ത്രി? നിർമ്മല സീതാരാമൻ ആണ് എന്ത് ചെയ്യുന്നത്? ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഭയങ്കര പവർഫുൾ വുമൺ ആണ് നിർമ്മല സീതാരാമൻ. ഓക്കെ, നമുക്ക് ഇന്ത്യയിൽ രണ്ടുതരം ബഡ്ജറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് അറിയണ്ടോ? ഒന്ന് റെയിൽവേ ബഡ്ജറ്റും ഉണ്ട്, അതേപോലെ തന്നെ പൊതു ബഡ്ജറ്റും ഉണ്ട്. അങ്ങനെ രണ്ടു തരം. അതൊന്നുമില്ല ബഡ്ജറ്റിനെ കുറിച്ച് അറിയാം. നമ്മുടെ വരവും ചെലവും കൂടി കണക്കെന്നാണ് ബഡ്ജറ്റ്. ആ ഒരു സംഭവം മാത്രമാണ് നമ്മൾ അത്രയും പഠിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ധനബിൽ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. സെയിം സംഭവങ്ങൾ തന്നെ. എന്താണ്? സാമ്പത്തിക പ്രമേയങ്ങളെ കുറിച്ചുള്ള ബില്ലുകളാണ് ധനകാര്യ ബില്ലുകൾ. ധനബില്ലുകൾ ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. സെയിം റിപ്പീറ്റേഷൻ വേർഷൻ തന്നെയാണ് അത്. അത്ര മാത്രമേ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ധനബില്ല് ലോകസഭ പാസ്സാക്കിയതിനു ശേഷം ആർക്ക് കൊടുക്കുന്ന ആ നിർദ്ദേശങ്ങൾക്കായിട്ട് നമ്മൾ രാജ്യസഭയിലേക്ക് എന്ത് ചെയ്യാണത്? കൈമാറാണ് ചെയ്തിട്ടുള്ളത്. രാജ്യസഭയ്ക്ക് ഈ ബില്ല് കൊടുത്തിട്ടുണ്ടെങ്കിലും രാജ്യസഭയ്ക്ക് അത്ര നിർദ്ദേശങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്താണെങ്കിൽ പറയാനേ പറ്റുള്ളൂ. അല്ലാണ്ട് കൂടുതലായിട്ടൊരു ആചാരം മാത്രമാണ് ധനകാര്യ ബില്ല് രാജ്യസഭ കൊടുക്കുന്നത്. അതിന് വലിയ ഇമ്പോർട്ടന്റ് ഒന്നുമില്ല. രാജ്യസഭ കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. സോ രാജ്യസഭ ധനബില്ലിനെ എന്ത് ചെയ്യാം? അംഗീകരിക്കുകയോ മാറ്റങ്ങൾ നിർദ്ദേശിക്കുകയോ എന്ത് ചെയ്യാൻ പറ്റും? ഭേദഗതി വരുത്താനൊക്കെ ചെയ്യാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. പക്ഷെ അധികം എന്താ പറയുക, ഇതിൽ ഇടപെടാൻ ആർക്കും അധികാരമില്ല. ധനകാര്യ ബില്ലിൽ രാജ്യസഭയ്ക്ക് അധികാരമില്ല. ഇനി ബില്ല് എന്ത് ചെയ്യാണ്? നമ്മൾ 14 ദിവസത്തിനകം നിർദ്ദേശങ്ങൾ സഹിതം ലോകസഭയിലേക്ക് തിരിച്ചെത്തണം. ഈ 14 ദിവസത്തിനകം തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാണ്? ഈ ബില്ല് എന്താണ്? പാസ്സാക്കപ്പെടാൻ ലോകസഭയിൽ തന്നെ കെടുക്കാണ്. പക്ഷെ ബില്ല് തിരിച്ചെത്തിയില്ലെങ്കിൽ 14 ദിവസം അവർക്ക് ടൈം കൊടുക്കും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അങ്ങോട്ട് പാസ്സാക്കും. ഓക്കെ അല്ലേ? ശരിക്കും ഇത്ര കാര്യമുള്ളൂ. ധനകാര്യ ബില്ലിൽ രാജ്യസഭയ്ക്ക് വലിയ ഇമ്പോർട്ടന്റ് ഒന്നും ഇല്ല. അത് പഠിച്ചാൽ മതി. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ഓക്കെ, a bill passed in the parliament becomes a law. What do you understand by a bill? ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഒരു ബിൽ പാസ്സാക്കിയാൽ നിയമമാകും. ഈ ബിൽ എന്നാൽ എന്താണ്? ബിൽ ഒന്നുമില്ല, നോക്കാം. പാർലമെന്റിൽ അവതരിപ്പിക്കാൻ നിർദ്ദേശിക്കുന്ന നിയമത്തിന്റെ ഒരു കരട് രൂപത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിൽ എന്ന്. നമ്മൾ പാർലമെന്റിൽ എന്താണ് ഒരു നിയമം എന്ത് ചെയ്യാണ്? നമ്മൾ നിർദ്ദേശിക്കുക, മീൻസ് ഇങ്ങനെ ആക്കുക. അതിനൊരു കരട് രൂപം ഉണ്ടാക്കില്ല. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഒരു ബിൽ. ജസ്റ്റ് ഒരു ഇത് അത്രേ ഉള്ളൂ. എന്താണ് ഒരു ഡെഫിനിഷൻ മാത്രമേ പഠിച്ചാൽ മതി അല്ലെ. അങ്ങനെ ഈ കരട് രൂപം എന്ത് ചെയ്യാണ്? പാർലമെന്റ് അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായി മാറടാ? നമുക്ക് നിയമമായിട്ട് മാറുന്നു. ഈ കരട് രൂപം മാറ്റണമെങ്കിലൊക്കെ ആരുടെ അംഗീകാരം വേണം? പ്രസിഡന്റിന്റെ അംഗീകാരം വേണം. ഓക്കെ, നെക്സ്റ്റ്. പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഈ ബില്ല് നിയമമാകുന്നതിന് നമ്മൾ പറഞ്ഞു അല്ലെ, ബില്ല് നമ്മൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതെന്തായിരുന്നു? പ്രസിഡന്റ് സൈൻ ചെയ്തോടെ ഫൈനലി നമുക്കത് കിട്ടും. പക്ഷെ ഇതൊരു ബില്ല് നമ്മൾ പാർലമെന്റിൽ അവതരിപ്പിക്കുക, അത് സൈൻ ഇടാന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതാ പോയി ഇതാ വന്നു അങ്ങനെയല്ല ഒരു ബില്ല്. കുറച്ച് പരിപാടി ഉണ്ട് അല്ലെ. രാജ്യസഭയിലായിക്കോട്ടെ ലോക്സഭയിലായിക്കോട്ടെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് എന്തിന് പ്രസിഡന്റ് കയ്യിലെത്തിയിട്ട് സൈൻ ഇടുന്നത്. അതിൽ നോക്കാം, ഹെഡിങ് നോക്കാം. ഇന്ത്യയിലെ നിയമനിർമ്മാണ പ്രക്രിയ എങ്ങനെയാണ്? ഇന്ത്യയിലെ നിയമനിർമ്മാണ പ്രക്രിയ ഏത് വകുപ്പിലാണ് ഇന്ത്യയുടെ ഈ സമൂഹത്തെ കുറിച്ച് ബില്ല് പാസ്സാക്കുന്ന രീതികളെ കുറിച്ച് പറയുന്നത് നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 107 മുതൽ ആർട്ടിക്കിൾ 122 107 മുതൽ 122 വരെ വകുപ്പിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രക്രിയയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ എത്ര ഘട്ടത്തിലോ കടന്നു പോകുന്നുണ്ട് ഒരു ബില്ല് നിയമമാകുമ്പോൾ? 5 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. 5 ഘട്ടങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കടന്നു പോകുന്നുണ്ട്. പക്ഷെ എത്ര വായന ഉണ്ട്? 3 വായനയേ ഉള്ളൂ. അത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കണം. അല്ലെങ്കിൽ 5 വായനയൊന്നുമില്ല, 3 വായനയും 5 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ശ്രദ്ധിക്കാം. ഒന്നാം വായന ഫസ്റ്റ്. നമ്മളൊരു ബില്ല് എന്താ ഫസ്റ്റ് ചെയ്യുക? ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു ബില്ല് ഫസ്റ്റ് കിട്ടി എന്ത് ചെയ്യുക? അത് അവതരിപ്പിക്കുക. സഭയിൽ പോയിട്ട് നമ്മൾ അവതരിപ്പിക്കുക. അതാണ് ഫസ്റ്റ് ഘട്ടം അല്ലെ. അതാണ് പറയുന്നത് ഒന്നാം വായന എന്നറിയപ്പെടുന്ന ബില്ലിന്റെ അവതരണ ഘട്ടമാണ് എന്നാണ് ഫസ്റ്റ് പറയുന്നത് അല്ലെ. സഭയുടെ അനുമതി വാങ്ങിയ ശേഷം ഒരു വിശദീകരണ പ്രസ്താവനയോട് കൂടി ഒരംഗം എന്ത് ചെയ്യാണ്? നമ്മൾ ബില്ല് അവതരിപ്പിക്കുന്നു. അതാണ് ഫസ്റ്റ് ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു പറയുന്നത് അല്ലെ. ഈ ബില്ല് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എതിർപ്പൊക്കെ നേരിടും അല്ലെ. ഇനി എതിർക്കുന്ന അംഗത്തിനും അവരുടെ നിലപാട് എന്ത് ചെയ്യാൻ പറ്റും? വിശദീകരിക്കുന്നു അല്ലെ. ഒരു ബില്ല് അവതരിപ്പിച്ച് എല്ലാവരും എന്താ പറയാ ബില്ലിന്റെ കൂടെ ഒപ്പോസ് ചെയ്യണമെന്നില്ല അല്ലെ. എന്ത് ചെയ്യാൻ പറ്റും? എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും, അതിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, അങ്ങനെ അവസരങ്ങൾ ഉണ്ടാവും അല്ലെ. സോ ഭൂരിപക്ഷം അംഗങ്ങൾ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതെന്ത് ചെയ്യുന്നു? ഇന്ത്യൻ ഗവൺമെന്റ് ഗസറ്റിൽ എന്ത് ചെയ്യുന്നു? പബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, ഭൂരിഭാഗം അംഗങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഓക്കെ. ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഗസറ്റില്
പബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഘട്ടം. ഒന്നാം വായന എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മളൊരു ബില്ല് ഒരു അംഗം എന്ത് ചെയ്യണം? അവതരിപ്പിക്കുക. അതാണ് ഫസ്റ്റ് ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഘട്ടം നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാം വായന. ഇതിന് മെയിൻ ആയിട്ട് പോകുന്ന ഒരു ബില്ലിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ത് ചെയ്യാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടാം. ഒരു ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞു. അതിൽ ഇനി ഒരു കോർ പോയിന്റ് എന്താണ്? മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്തൊക്കെയുണ്ട് അതിൽ? മെയിൻ ആയിട്ട് അടിസ്ഥാന തത്വങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു അല്ലെ? ഒരു അടിയന്തരമായി പരിഗണിക്കുമെന്ന് അവതാരകൻ എന്ത് ചെയ്യുന്നു? അഭ്യർത്ഥിക്കുന്നു. അതായത് നോക്കണം, ശ്രദ്ധിക്കണം അല്ലെ? നമ്മൾ അടിസ്ഥാന തത്വങ്ങളാണ് എന്ത് ചെയ്യുന്നത് എടുക്കുന്നത് അല്ലെ? അല്ലാത്ത പക്ഷം എന്ത് ചെയ്യുന്നു? ഒരു സെലക്ട് കമ്മിറ്റിക്കോ അല്ലെങ്കിൽ മറ്റ് സംയുക്ത സെലക്ട് കമ്മിറ്റിക്കോ എന്ത് ചെയ്യുന്നു? പരിഗണനക്കായിട്ട് നമ്മൾ അയക്കുന്നു. ഒത്തല്ല ഫസ്റ്റ് ഘട്ടം അവതരണ ഘട്ടം, രണ്ടാമത്തെ ഘട്ടം അടിസ്ഥാന തത്വങ്ങൾ ചർച്ച ചെയ്യുന്ന ഘട്ടം. ഇനി മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്